ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PrettyThings. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന പഴംപൊരിയാണ്. ഹെൽത്തി ആയിട്ട് അധികം ഓയിലൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. 100 ഗ്രാം ചപ്പാത്തിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ, ഒരു നല്ലപോലെ പഴുത്ത ബനാന, പിന്നെ 3 സ്പൂൺ ഫ്ലേവർലെസ് ഓയിൽ. ഇത്രയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ സാധാരണ പഴംപൊരിക്ക് മൈദപ്പൊടി അല്ലെങ്കിൽ കടലപ്പൊടിയൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പം ഞാനിവിടെ അത് വീറ്റ് ഫ്ലോർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം മഞ്ഞപ്പൊടി അധികം മഞ്ഞ കളർ ഇഷ്ടമില്ലാത്തവരും അതനുസരിച്ച് കുറച്ചിട്ടാൽ മതി. എനിക്ക് ഇത്തിരി മഞ്ഞ കളറിൽ കാണുന്നത് ഇഷ്ടമാണ് പഴംപൊരി, അതുകൊണ്ടാണ് ഞാൻ 1/2 സ്പൂണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഏലക്കപ്പൊടി ഇടണമെന്ന് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഇടാം. അപ്പോൾ നല്ല മധുരമുള്ള പഴമാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഈ ബാറ്റർ ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഒരു പഴത്തിൻ്റെ അല്ല 2 പഴം വെച്ചിട്ടുള്ള പഴംപൊരി വരെ ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള ബാറ്റർ ഉണ്ട്. ഇത് നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് 1 or 2 മാക്സിമം കഴിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കുന്ന പഴംപൊരി നമുക്കൊരു 4-5 ഒക്കെ കഴിക്കാൻ പറ്റും ഒരാൾക്ക്. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. തട്ടും തരിയൊന്നും ഇല്ലാതെ ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഴം, നല്ലപോലെ പഴുത്ത പഴമാണെങ്കിൽ നല്ല രുചി ഉണ്ടാവും. ഇത് സൈഡായിട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, സൈഡ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. സൈഡ് കോർണർ ഇതിലാണ് പഴംപൊരിക്ക് വേണ്ടിയിട്ട് പഴം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പഴമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ബാറ്ററിലിട്ട് നന്നായിട്ട് ബാറ്റർ ഇതുമ്പോൾ കോട്ട് ചെയ്ത് പിടിപ്പിക്കാം. ഇപ്പം നല്ല പോലെ എല്ലായിടത്തും പഴത്തിൻ്റെ ഈ ബാറ്റർ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യല്ല ചെയ്യുന്നത്, നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പോലെ ഫ്രൈ പാൻ ചൂടായി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ ആദ്യം 2 സ്പൂണ് ഓയിൽ ഒഴിക്കുക. എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഓയിൽ നന്നായി ഹോട്ടായി വരുമ്പോൾ നമുക്ക് മുക്കി വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഓയിലിന് പകരം ഗീയും യൂസ് ചെയ്യാം. ആകെ നമ്മൾ 2 സ്പൂണേ യൂസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് 2 സ്പൂണ്, പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു 1 സ്പൂണും മേലെ ഒഴിച്ചിട്ട് നമുക്ക് തിരിച്ചിടാം. ഓയിൽ തീരെ കുറയ്ക്കണമെങ്കിൽ ആദ്യം ഒഴിച്ച 2 സ്പൂൺ തന്നെ ധാരാളമാണ്. ഇപ്പം ഇത് ഒരു സൈഡായിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മളെല്ലാം മറിച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ വേറെ ഓയിൽ ഒഴിക്കേണ്ട കാര്യം തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് നല്ലപോലെ ക്രിസ്പ് ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.